ഇതിൽ കാണുന്ന പോലെ നല്ല നാവിൽ രുചിയൂറുന്ന നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി ആദ്യമായി 1 കപ്പ് പച്ചരി എടുക്കണം. പച്ചരി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. അതിന് ശേഷം തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നെയ്യിൽ ഒന്ന് വതക്കി മൂപ്പിച്ചെടുക്കണം. ഞങ്ങൾ വതക്കുക എന്നാണ് പാലക്കാട്ടുകാർ പറയുക. വതക്കിയെടുത്ത് അതിന് ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ വാങ്ങി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായി അരച്ച് മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. ഈ കാണുന്ന രൂപത്തിലാക്കി എടുക്കണം. പിന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കയും പൊടിച്ചെടുക്കണം. ഇത് നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങയാണ്. ഇത് ശർക്കര, ഒരു 5 ശർക്കര, പഴം, ഏലക്കാപ്പൊടി കുറച്ചുകൂടി ചേർത്ത് അരച്ച് പാകമാക്കി എടുത്താണ്, കുഴമ്പ് രൂപത്തിലാക്കി എടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചരി മിശ്രിതം ഇതിൽ ചേർത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായി ഇതെല്ലാവിടെയും പിടിക്കുന്ന പോലെ, അതായത് എല്ലാ മിശ്രിതം കൂടി ഒന്നാവുന്ന പോലെ ഇളക്കിയെടുത്ത് നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. ഈ രൂപത്തിലാകും. ഒരു ഗോൾഡൻ കളറിൽ എല്ലാം മാവ് എല്ലാം കലങ്ങി നന്നായി വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ചെറിയ തീയിൽ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഉണ്ണിയപ്പ കുഴികളിലെല്ലാം ഒരു സ്പൂണിൽ എല്ലാ കുഴികളും നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് കുറച്ച് എണ്ണ മതി. എന്നിട്ട് ഈ എണ്ണ എല്ലാവിടെയും ഒന്നാകെ ഒന്ന് ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ചേർക്കണേ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇത് ഓരോ കുഴികളിലായി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഈ തീ സെൻറ്ററിൽ മാത്രം കത്തുന്നത് കൊണ്ട് 3 എണ്ണം ആദ്യം ഒഴിക്കണ 3 എണ്ണം പെട്ടെന്ന് വെന്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മളൊന്ന് മറിച്ചിടണം. മുഴുവൻ ഫുള്ളായി ഒഴിക്കണമെന്നില്ല, ഒരു കുഴികളിൽ അര ഒഴിച്ചാൽ മതി. അപ്പോൾ അത് പൊന്തി വരുമ്പോൾ കുഴി നിറഞ്ഞ് കാണും. എന്നാൽ മാത്രമേ നമുക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റ് വേവ് പാകമാകത്തുള്ളൂ. മൺകല്ലിനേക്കാളും നോൺ സ്റ്റിക്കിൻ്റെ കല്ലിൽ കുറച്ച് എണ്ണ കുറച്ച് മതിയെന്ന് തോന്നുന്നു. മൺകല്ലാകുമ്പോൾ എണ്ണ ധാരാളം കല്ല് കുടിക്കും, അതായത് കല്ല് വലിച്ചെടുക്കും. അതുകൊണ്ട് ധാരാളം എണ്ണ വേണം. എണ്ണയിൽ മുങ്ങി കിടക്കുന്ന പോലെ ഇത് അത്ര വേണ്ട. എന്നാലും വെന്ത് വരുമ്പോൾ പിന്നെ ഒരു എണ്ണ മേലെ ഇട്ടിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വെന്ത് വരുന്നതാണ്. ഇപ്പോൾ ആയിട്ടുണ്ടാവും. ഈ നടുവിൽ മാത്രം തീ തട്ടുന്നുണ്ട്. ഈ നടുവിലത്തെ മാത്രം ആദ്യം ഇത്തിരി ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കത് ആദ്യം മറിച്ച് കൊടുക്കാം. ഉള്ളു വെന്തിട്ടുണ്ടാവില്ല, അരികൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പം ആ സൈഡ് ഭാഗങ്ങളിൽ ഒന്ന് കമ്പി കൊണ്ട് കുത്തി മറിച്ച് കൊടുക്കാം. അപ്പോൾ മറുഭാഗം കൂടി നന്നായി വെന്ത് കിട്ടിക്കോളും. അത് സ്പോഞ്ച് പോലെ പൊന്തി വന്നോളും. പതിയെ മാവിൻ്റെ രൂപത്തിലാണ്, സെൻറ്ററൊന്നും നന്നായി വെന്തിട്ടില്ല. അത് നമുക്ക് മറിച്ച് കൊടുക്കാം. അത് വെന്ത് വരുമ്പോൾ കറക്റ്റാവും. അടുപ്പിലാകുമ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായി വെന്ത് കിട്ടുന്നതാണ്. പക്ഷെ ഗ്യാസ് ആകുമ്പോൾ തീ തട്ടുന്ന ഭാഗം മാത്രം പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതുമാതിരി ചെറുതായിട്ട് ലൂസായിട്ടുണ്ട് മാവ്. അപ്പോൾ ഒന്ന് പതിയെ മറിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നടുവിൽ തന്നെ എടുക്കണം, കാരണം അതാണ് ആദ്യം ഇത്തിരി മുരിഞ്ഞ രൂപത്തിലായിട്ടുള്ളത്. എന്നിട്ട് ചുറ്റുമുള്ളത് എടുക്കാം. ആദ്യത്തെ 3 എടുത്തു. നമുക്ക്
ബാക്കിയുള്ളത് കൂടി എടുക്കാൻ വേഗം. 1 2 3 പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാം. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നാക്സ്, അതായത് നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ചായക്ക് ഒരു കടിയായി ഉപയോഗിക്കാം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് ഇനി അടുത്തത് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതും കൂടി ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാവും. അപ്പോഴേക്കും നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാം. രുചികര